സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ 11 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലകളിൽ പ്രത്യേക ജാഗ്രത തുടരണം. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോകുൽനാഥും സജോ ദേവസ്യയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഗോകുലിലേക്ക് പോകുന്നു. ഗോകുൽ, അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇല്ല, അവിടെ വലിയ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് തോന്നുന്നു. എങ്കിലും എന്താണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ? സംസ്ഥാനമാകെ കാര്യമായ മഴ ഇന്ന് പ്രതീക്ഷിക്കണോ? എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ? ഗോകുൽ. ശ്രീ സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 5 ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ 11 ജില്ലകൾക്ക് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് 11 ജില്ലകൾക്കും യെല്ലോ അലർട്ടാണ്. ദക്ഷിണ കേരളത്തിലേക്ക് വന്നാൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം അടക്കമുള്ള ജില്ലകളിലും അതേപോലെ തന്നെ കാസർഗോഡ് അടക്കമുള്ള ജില്ലകൾക്കും, അതായത് ദക്ഷിണ കേരളത്തിലേക്ക്, ഉത്തര കേരളത്തിലേക്ക് വന്നാൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കുമാണ് ഇപ്പോൾ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെല്ലോ അലർട്ടാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത് പ്രകാരം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലടക്കം മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത, ഈ മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രതയിലായിരിക്കണം എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മണിക്കൂറിൽ 40 കിലോമീറ്ററിന് മുകളിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലും അതേപോലെ തന്നെ അറബിക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദമാണെന്നുള്ളതാണ്. എന്തായാലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് സംസ്ഥാനത്തെ ഈ 11 ജില്ലകളിലും പെയ്യാൻ സാധ്യതയുള്ളതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാന വ്യാപകമായോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട തരത്തിലോ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയുമാണ് ഇപ്പോൾ നിലവിൽ പ്രവചിച്ചിരിക്കുന്നതെന്നുള്ളത്. എന്തായാലും ശക്തമായ ഈ കാലാവസ്ഥാ വ്യതിയാനം മാറുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ കേരളത്തിലും അതേപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തും കർണാടക അടക്കമുള്ള തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് ഉള്ള വിലക്ക് ഇന്ന് ഒരു ദിവസം കൂടി തുടരുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. സജോ ദേവസ്യയിലേക്ക് കൂടി പോവുകയാണ്. ഗുഡ് മോർണിംഗ് സജോ. വടക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ യെല്ലോ അലേർട്ടാണ്. അതിൽ തന്നെ തൃശൂർ ജില്ലയിൽ ഇന്നിപ്പോൾ അവധിയുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും. മറ്റ് വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? പൊതുവെ മഴ കനത്ത് തന്നെയാണോ? ഷിഹാസ്, ഗുഡ് മോർണിംഗ്. താരതമ്യേന മധ്യ കേരളം എടുക്കുമ്പോൾ അതിൽ എറണാകുളത്ത് മഴയുണ്ട്, പക്ഷെ താരതമ്യേന കുറവാണ് എന്ന കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി അല്ലെങ്കിൽ മുൻപത്തേതുമൊക്കെയായി താരതമ്യപ്പെടുത്തുമ്പോൾ മഴ കുറവാണ്. പക്ഷേ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കാരണം രാത്രി മുതൽ പുലർച്ചെ വരെ കാര്യമായി മഴ ലഭിച്ചിരുന്നു. ഇപ്പോൾ മഴ പൊതുവിൽ അല്പം മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമാണ്. പറവൂർ ഉൾപ്പെടുന്ന മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. അവിടെയാണ് കാര്യമായ മഴ ലഭിച്ചത്, പറവൂർ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ. അതേസമയം തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ മഴ. ചാലക്കുടി പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്, ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. അങ്ങോട്ടേക്ക് വെള്ളം തുറന്നു വിടും. അപ്പോൾ അതനുസരിച്ച് അവിടെ ജലനിരപ്പ് വീണ്ടും ഉയരാം. ഏറ്റവും കൂടുതൽ മഴ മധ്യ കേരളത്തിൽ ഒരുപക്ഷെ തൃശ്ശൂരിലാണ് ലഭിച്ചത് എന്നും പറയാം. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ കാര്യമായി തന്നെ മഴ ലഭിക്കുന്നുണ്ട്. അതേസമയം എറണാകുളം, കോട്ടയം ഉൾപ്പെടുന്ന ജില്ലകളിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും മഴയുടെ അളവ് പൊതുവിൽ കുറവാണ് എന്നതൊരു അല്പം ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. കുട്ടനാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും ഇപ്പോൾ കാര്യമായ ആശങ്കയില്ല. അതേസമയം അപ്പർ കുട്ടനാട് മേഖലയിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നതൊരു വസ്തുതയാണ്. പൊതുവിൽ ഒരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ടെങ്കിലും തൃശ്ശൂരിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മഴ കൂടുതൽ ശക്തിപ്പെടും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതനുസരിച്ച് തീരദേശത്തും മലയോരത്തും താഴ്ന്ന പ്രദേശങ്ങളിലും ഒപ്പം ചാലക്കുടി പുഴ പോലെയുള്ള പ്രധാന നദികളുടെ തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഓക്കെ, സജോ ദേവസ്യയും ഗോകുൽനാഥുമാണ് വിവരങ്ങൾ നൽകിയത്.